ഹലോ ഗായ്സ്, ഷിനിമമ്മി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വേയിലുള്ള നാരങ്ങ അച്ചാറാണ്. ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാർ, സിമ്പിള്. ഞാൻ നാരങ്ങ ലുലുന്ന് മേടിച്ചതാണ്. നാരങ്ങ അത് ഏത് ടൈപ്പ് നാരങ്ങ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പം എടുത്തത് നമ്മൾ പിഴിയാനായിട്ട് വാങ്ങുന്ന നാരങ്ങയാണ്. ഈ നാരങ്ങ ഞാൻ കൊണ്ടുവന്ന് നല്ല കഴുകി ഡ്രൈ ആക്കാൻ വെച്ചേക്കുവാണ്. ഇനി നമ്മളിത് എടുത്തിട്ട് ഇഡലി പാത്രത്തിനകത്ത്, നമ്മൾ ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രത്തിനകത്ത് നമ്മൾ അത് ആവി കയറ്റാൻ പോവുകയാണ്. കേട്ടോ, കാണിച്ചു തരാം. ഇഡലി പാത്രത്തിലിട്ടു. പിന്നെ നമ്മളതിനെ അടച്ചു വെച്ച് അത് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളതിനെ ആവി കയറ്റും. ആവി കയറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ നാരങ്ങയുടെ പുറത്തുള്ള ആ ഒരു കയ്പ്പ് മാറി കിട്ടും. നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം അത് ആവി വന്നതിന് ശേഷം അത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, നമ്മൾ നാരങ്ങ പുഴുങ്ങാൻ വെച്ചിട്ട് 10-15 മിനിറ്റായി. തുറന്നത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്കിന്നിൻ്റെ കയ്പെല്ലാം മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്യുകയാണ്. 15 മിനിറ്റ് മതി. നമ്മളത് ഓഫ് ചെയ്ത് വെക്കുവാണ്. ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നാരങ്ങയെല്ലാം വാട്ടി അരിഞ്ഞു വെച്ചായിരുന്നു. ഉപ്പ് മഞ്ഞളോടെ ഇട്ട് വെച്ചു. നമ്മൾ നാരങ്ങാച്ചാറ് ചേർക്കാൻ പോവാണ്. ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കടുക്. കടുക് പൊട്ടാൻ വെയിറ്റ് ചെയ്യാം. കടുക് വറക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഞാൻ കടുകെണ്ണയാണ് അച്ചാറിന് ചേർക്കുന്നത്. കടുകെണ്ണയാണെങ്കിൽ കുറേ നാൾ കേടാകാതിരിക്കും. കടുകെല്ലാം പൊട്ടി ഇത്തിരി തീ കുറയ്ക്കുവാണ്. തീ കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് വഴറ്റുവാണ്. എണ്ണയുടെ മണം വരുന്നുണ്ട്.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വറുത്ത് മതി. നന്നായിട്ട് വാടി വെക്കാം. പൊടിയും കൂടി ഇടുകയാണ്. വെളുത്തുള്ളി എത്ര കൂടുതലിട്ടാലും അത്രയും ടേസ്റ്റായിരിക്കും. നല്ലപോലെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. കുറച്ച് കായപ്പൊടി ഇടാം. കായപ്പൊടി ഇടാം. കായപ്പൊടി ഇടാം. കായപ്പൊടി ഇടുമ്പോൾ നല്ല മണമാണ്. നല്ലൊരു മണം വരുന്നുണ്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടാണ് കുറച്ച് നേരം വെച്ചിരുന്നത് ഉപ്പ് പിടിക്കാനായിട്ട്.
വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലതായിട്ട് മാറും, നല്ല പച്ച വേണം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ആണ്. 3 സ്പൂൺ കാശ്മീരി മുളക്. മുളക് മൂക്കട്ടെ, അച്ചാറിനുള്ള കളറുണ്ട്. തീ ഇച്ചിരി കുറച്ച് ഒരു മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കുറവുകളുണ്ടെന്ന് ക്ഷമിക്കുക. അത്ര ക്ലാരിറ്റി ഒന്നും കാണില്ല. ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നെയ്യ് കുറച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങ തട്ടിയിട്ടു. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് നീടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ചെയ്തത്. നാരങ്ങയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കും. കുറച്ച് മതി, നാരങ്ങയ്ക്ക് പൊളിയായതുകൊണ്ട് വിനാഗിരി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അച്ചാറ് റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാം നല്ലതുപോലെ ഇളക്കുക. നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അച്ചാറ് വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന നാരങ്ങ അച്ചാറാണ് നിങ്ങൾ കാണുന്നത്. ഉപ്പ് നോക്കണം, എല്ലാം കറക്റ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുണ്ടാക്കിയ സിമ്പിളായിട്ട്. ഇന്ന് തന്നെ നാരങ്ങ മേടിച്ചു, ഇന്ന് തന്നെ അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുത്തു. ഇന്ന് തന്നെ അരിഞ്ഞ് ഇന്ന് തന്നെ അത് അച്ചാറാക്കി. ഇത്രയുള്ള കാര്യം. ഓക്കെ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഗ്യാസ് ഓഫ് ചെയ്യണം.